അപ്പോൾ 4 ഫിൽറ്ററിൽ എന്താണ് ലോ പാസ് ഫിൽറ്റർ നോക്കാം. ലോ പാസ് ഫിൽറ്റർ എന്ന് വെച്ചാൽ അത് ലോ ഫ്രീക്വൻസി ഉള്ള സംഭവത്തിന് പാസ് ചെയ്യും. ഓക്കെ, എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഇമേജ് ബ്ലറിങ്ങിന് അതുപോലെ സ്മൂത്തനിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണം. ഇനി ഹൈ പാസ് ഫിൽറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹൈ ഫ്രീക്വൻസി ഉള്ള സാധനത്തിനെ പാസ് ചെയ്യുന്നു. അതെന്തിനാണ്? ഷാർപ്പനിങ്, ഒരു ഇമേജിന് ഷാർപ്പനിങ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ബാൻഡ് പാസ്. ബാൻഡ് പാസ് എന്ന് വെച്ചാൽ ഇറ്റ് പ്രോസസ് ഫ്രീക്വൻസി വിതിൻ എ ബാൻഡ്. ബാൻഡ് റിജക്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് റിജക്ട് ദ ഫ്രീക്വൻസി വിതിൻ എ ബാൻഡ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഫിൽറ്റേഴ്സ് ഇൻ സ്പേഷ്യൽ ഡൊമൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഫിൽറ്റേഴ്സ് ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ ആയിരുന്നു. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഫ്രീക്വൻസി ഇൻ സ്പേഷ്യൽ ഡൊമൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മാസ്കുകളാണ്. അതായത് കേർണൽസ്, ടെംപ്ലേറ്റ്സ്, വിൻഡോസ് അതുപോലെയുള്ള മാസ്കുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്പേഷ്യൽ ഫിൽറ്റേഴ്സും അതുപോലെ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഫിൽറ്റേഴ്സ് തമ്മിൽ 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലീനിയറും ഉണ്ട്, നോൺ ലീനിയറും ഉണ്ട്. ലീനിയർ എന്ന് പറയുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. നോൺ ലീനിയർ ആണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് നോൺ ലീനിയർ ആയിരിക്കും. സ്പേഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇവിടെ സബ് ഇമേജ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഫിൽറ്റർ, മാസ്ക്, കേർണല്, ടെംപ്ലേറ്റ്, വിൻഡോ, ഇതൊക്കെയാണ് സബ് ഇമേജ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമേജിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് പിക്സൽസ് ആണ് അല്ലേ? പക്ഷേ ഇവിടെ സബ് ഇമേജിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പിക്സൽസിൻ്റെ ഡയറക്റ്റായിട്ട് പിക്സൽസിൻ്റെ ഇമേജിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ വി യൂസ് സ്പേഷ്യൽ ഫിൽറ്ററിങ് ടു ഡിഫറൻഷിയേറ്റ് ദിസ് ടൈപ്പ് ഓഫ് പ്രോസസ് ഫ്രം ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്ററിങ്. അപ്പോൾ അതുകൊണ്ടാണ് ഡൊമൈൻ ഫിൽറ്ററിങ്ങും അതായത് ഫ്രീക്വൻസി ഡൊമൈൻ ഫിൽറ്ററിങ്ങും സ്പേഷ്യൽ ഫിൽറ്ററിങ് തമ്മിൽ വ്യത്യാസം. അതായത് ഇവിടെ ഓപ്പറേഷൻസ് നമ്മൾ ഡയറക്റ്റ് പിക്സൽസിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്പേഷ്യൽ കോറിലേഷനും കൺവലേഷനാണ്. പ്രോസസ് ഓഫ് മൂവിങ് എ ഫിൽറ്റർ മാസ്ക് ഓവർ ദി ഇമേജ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ദ സം ഓഫ് പ്രൊഡക്റ്റ് അറ്റ് ഈച്ച് ലൊക്കേഷൻ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് മൂവിങ് എ ഫിൽറ്റർ മാസ്ക് ഓവർ ഇമേജ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ദ സം ഓഫ് പ്രൊഡക്ട്സ് അറ്റ് ഈച്ച് ലൊക്കേഷൻ. അപ്പോൾ കൺവല്യൂഷനിൽ നമ്മൾ കോറിലേഷൻ്റെ സെയിം പ്രോസസ്സ് തന്നെ യൂസ് ചെയ്യുന്നത്. അതായത് എന്താണ്? മൂവിങ് എ ഫിൽറ്റർ ഓവർ ദ ഇമേജ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ദ സം ഓഫ് പ്രൊഡക്ട്സ് അറ്റ് ഈച്ച് ലൊക്കേഷൻ. ഓരോ ലൊക്കേഷനിലും സം ഓഫ് പ്രൊഡക്ട്സ് കണ്ടുപിടിക്കും. അതാണ് കോറിലേഷൻ. പക്ഷേ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? നമ്മൾ ആ യൂസ് ചെയ്യുന്ന ഫിൽറ്ററിനെ എന്ത് ചെയ്യും? ഫസ്റ്റ് ഒന്ന് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അതാണ് കൺവലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇതാണ് ഇക്വേഷൻ. R = W1 Z1 plus W2 Z2 plus etc. WMN Zn = sigma from K = 1 to Mn. WZ KZ = W raised to T Z. അതിൽ R എന്ന് പറയുന്നത് റെസ്പോൺസ് ആണ്. WK എന്ന് പറയുന്നത് കോഎഫിഷ്യൻസ് ഓഫ് M/N ഫിൽറ്റർ ആണ്. അതുപോലെ ZK എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഇമേജ് ഇൻറ്റൻസിറ്റീസ് ആണ്. അപ്പോൾ ഇതാണ് R, WK അതുപോലെ ZK. ഇനി ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് 3x3 മാസ്കിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഈ എമ്മിൻ്റെയും എൻ്റിൻ്റെയും വാല്യൂസിൻ്റെ പകരം നമ്മൾ എന്ത് കൊടുത്തു? 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഇക്വേഷൻ കിട്ടും. ബാക്കിയെല്ലാം അതുപോലെ തന്നെ W1 Z1 plus W2 Z2 plus etc. WM × N ആണ്. അപ്പോൾ M ഇതാണ് M, ഇതാണ് N. അപ്പോൾ M × 9 വരും. അങ്ങനെ എല്ലാത്തിനും 9 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഡ്ജസൻസിയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പിക്സൽസ്. അപ്പോൾ വിയുടെ വാല്യൂ നമുക്ക് 1ഉം 2ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റ്, ഇതാണ് എൻഡിങ് പോയിൻറ്റ്. ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് എത്തണം. അതിന് നമുക്കറിയാം ഷോർട്ടസ്റ്റ് 4 ഉണ്ട്, ഷോർട്ടസ്റ്റ് 8 ഉണ്ട്, ഷോർട്ടസ്റ്റ് M പാത്ത് ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് പാത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഷോർട്ടസ്റ്റ് 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ നടുക്കത്തെ സംഭവത്തിൻ്റെ അഡ്ജസൻസി 4 അഡ്ജസൻസി എന്ന് പറയുമ്പോൾ ഈ പ്ലസ് സൈനിലായിരിക്കും അതിൻ്റെ വാല്യൂസ് ഉണ്ടായിരിക്കുക. ഇതിൻ്റെ അഡ്ജസൻസി മുകളിൽ, താഴെ, ലെഫ്റ്റ്, റൈറ്റ്, അത്ര മാത്രമാണ് ഇതിൽ 4 അഡ്ജസൻസിൽ ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ 8 അഡ്ജസൻസിയിൽ എങ്ങനെയായിരിക്കുക? നടുക്കത്തെ പോയിൻറ്റിൻ്റെ മുകളിൽ, താഴെ, ലെഫ്റ്റ്, റൈറ്റ് എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ മുകളിൻ്റെ ലെഫ്റ്റ്, റൈറ്റ്, താഴേൻ്റെ ലെഫ്റ്റ്, റൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പിക്സൽസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റല്ലോ. അപ്പോൾ ഷോർട്ടസ്റ്റ് 4 നമ്മൾ നോക്കുമ്പോൾ വിയുടെ വാല്യൂ 1ഉം 2 അല്ല. അപ്പോൾ 1ഉം 2യുടെ കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് 4 അഡ്ജസൻസി നോക്കുമ്പോൾ മുകളിലേക്കും പോവാം, ഇങ്ങോട്ടും പോവാം. ഇവിടെ 1ഉം 2 ആണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇത് ചൂസ് ചെയ്യാം,
അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഇത് ചൂസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അടുത്തേക്ക് പോകാൻ പിന്നെ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 1 ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ 2 ചൂസ് ചെയ്യുക. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇവിടെ എത്തും. അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫോർജൻ അഡ്ജസ്റ്റൻസ് നോക്കുമ്പോൾ ഇതിലേക്കും പോകാം ഇതിലേക്കും പോകാം. പക്ഷേ രണ്ടിടത്തും 3 ആയതുകൊണ്ട് വിയിൽ നമുക്ക് 3 ഇല്ല. അപ്പോൾ 3യിലൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ പിക്സൽസിലൂടെ ഷോർട്ടസ്റ്റ് 4 പാത്ത് എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. കാരണം വെച്ചാൽ ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഡയഗണലിൽ നമുക്ക് വരാൻ പാടില്ല ഷോർട്ടസ്റ്റ് 4 പാത്തിൽ. അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. പക്ഷേ ഇതിൽ നോക്കുകയാണെങ്കിൽ 2 കഴിഞ്ഞിട്ട് നമുക്ക് ഈ 3 പോവാം. പക്ഷേ വിയുടെ വാല്യൂ 1ഉം 2 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് പോകാണ്ട് അടിയിലേക്ക് പോവാം. പിന്നെ ഇവിടുന്ന് നമുക്ക് ഈ 3ലേക്കും പോവാം, ഇതിലേക്കും പോവാം. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്താണ്, ഇതാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ എത്തണ്ടേ. അപ്പോൾ ഏറ്റവും അടുത്തുള്ള പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ 1ൽ നിന്ന് 2ലേക്ക് പോയി, പിന്നെ മുകളിലേക്ക് 1ൽ പോയി. പിന്നെ ഇവിടെ നമുക്ക് ഡയഗണലൊന്നും പ്രശ്നമില്ല, കാരണം ഷോർട്ടസ്റ്റ് 8 പാത്ത് ആയതുകൊണ്ട് ഇങ്ങനെ ഈ എല്ലാ പാത്തും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഷോർട്ടസ്റ്റ് M പാത്ത് നോക്കുകയാണെങ്കിൽ അത് ഷോർട്ടസ്റ്റ് 4 പാത്തായിട്ട് സിമിലറാണ്. നമുക്ക് ഷോർട്ടസ്റ്റ് 4 പാത്തിലൂടെ പോകാം. പക്ഷേ നമുക്ക് ഡയഗണലിൽ നമുക്ക് ഉണ്ടെങ്കിൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഡയഗണലിലൂടെ നമുക്ക് പാസ് ചെയ്യാം. അത്രയുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതായിരിക്കും. ഇതിൽ മാത്രം എന്ത് കാണില്ല, ഷോർട്ടസ്റ്റ് പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതിലും നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് കിട്ടും. അതിൻ്റെ നമ്മൾ ലെങ്ത്ത് കണ്ടുപിടിക്കുക. എങ്ങനെ ലെങ്ത്ത് കണ്ടുപിടിക്കുക, ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് ലെങ്ത്ത് കണ്ടുപിടിക്കുക. 1 2 3 4 കൊണ്ട് ലെങ്ത്ത് കണ്ടുപിടിക്കുക. അതുപോലെ ഇവിടെ 1 2 3 4 5 ഇതിൻ്റെ ലെങ്ത്ത് 4ഉം ഇതിൻ്റെ ലെങ്ത്ത് 5 ആയിട്ട് കിട്ടും.